ഹലോ, ഇറ്റ്സ് മീ ഹർഷ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. മാവേ നല്ല പഴുത്ത മാങ്ങ രാവിലെ മുറ്റത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. ഈ മുല്ലപ്പൂ ചെടി ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അവിടെ നിറയെ മുല്ലച്ചെടികൾ അച്ഛൻ വളർത്തുന്നുണ്ട്. വിരിയുമ്പോൾ നല്ല മണമുള്ള ചെടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇനി മുറ്റത്ത് വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുരിങ്ങച്ചെടി 2 ഇലകൾ മാത്രമേ ഉള്ളപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച ആളിപ്പോൾ എന്നേലും പൊക്കമായി. തൂക്കലും ഒതുക്കലും വൃത്തിയാക്കലും ചവറ് പറക്കലും ഒക്കെ ആയിട്ട് രാവിലത്തെ തന്നെ എൻ്റെ ശുചീകരണ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞെണീറ്റ് കഴിഞ്ഞാൽ അവനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പുന്നാരിപ്പിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ചു, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അതിന് ശേഷം വീട് മുഴുവൻ തുടയ്ക്കാൻ തുടങ്ങി. തുടച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന് അതിന് ശേഷം പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. 5 കുമളി പോയപ്പോൾ കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ഇതെല്ലാം ഒരു ടിന്നിലിട്ട് വെക്കണം, കുറച്ച് പൊടിച്ച് വെക്കണം. എല്ലാം കൂടെ വെച്ചാൽ എൻ്റെ ഫ്ലേവർ പോകും. ഇടയ്ക്ക് കുഞ്ഞിനെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ കൊടുക്കാറുണ്ട്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ക്യാബേജ് തോരനും മീനും ആക്കാമെന്നാണ് കരുതിയത്. പക്ഷേ മീൻ ഞാൻ ഓർഡർ കൊടുത്തിട്ട് അത് കൺഫേം പറയാഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് അന്നേ കടയിൽ പോയിട്ട് തൈര് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയത്. വലുതായിട്ടൊന്നും വാങ്ങിയില്ല. കാര്യം ഉച്ച കഴിഞ്ഞ് എനിക്ക് എന്തായാലും പർച്ചേസിന് പോകണം, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട്. ഇനി കടയിലും പോകണം, കൂട്ടത്തിൽ വരുന്ന വഴിക്ക് വെള്ളവും എടുക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു ബാഗ് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. കുഞ്ഞിലെ ഹരിക്കുട്ടിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ അന്ന് ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഞാൻ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. വണ്ടിയിലൊക്കെ പോകാനായിട്ട് സുരക്ഷിതമായിട്ട് അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമല്ലോ. ഒരു സീറ്റൊക്കെ വെച്ച് അതിലിരുത്തി കൊണ്ടുപോകാനായിട്ടുള്ള ആളായിട്ടില്ല. പിന്നെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴല്ലേ ഏറ്റവും സുരക്ഷിതൻ. അപ്പം ഞാനും ഹരിക്കുട്ടിനും ഇങ്ങനെ പോകുന്നതിൽ ഹാപ്പിയാണ്, കംഫർട്ടബിളുമാണ്. ഹരിക്കുട്ടിനപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പോഴത്തേക്ക് എന്നോട് ഈ ബാഗ് എടുത്ത് കാണിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ സൗകര്യം, അയാളുടെ കാര്യങ്ങൾ അതൊക്കെ ചിലപ്പം മാറ്റി വെച്ചിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനേലൊക്കെ ഏറ്റവും നല്ലതല്ലേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഏതായാലും മുട്ട വറുത്തയും തൈരും പിന്നെ ക്യാബേജ് തോരനൊക്കെ ആയിട്ട് അങ്ങ് പോയി. മീൻ എന്തോ സാധാരണ അവരെപ്പോഴും കൊണ്ട് തരുന്നതാണ്, ഓർഡർ കൺഫേം ആക്കി. ഈ പ്രാവശ്യം ഓർഡർ കൊടുത്തിട്ട് കൺഫേം പോലും കാണിക്കുന്നില്ല. അങ്ങനെ ഞാനത് ക്യാൻസലാക്കുമായിരുന്നു. എന്തായാലും വൈകിട്ട് ഏതായാലും ഷോപ്പിങ്ങിന് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ഇതേക്കും രാത്രിയിലത്തേക്കുള്ള എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം, മീനോ അങ്ങനെ എന്തെങ്കിലും. ഫാമിലി ലൈഫിൽ ഡിപ്പെൻസി അത്യാവശ്യം തന്നെയാണ്. കാര്യം കമ്മിറ്റ്മെൻ്റ് ആണല്ലോ. പക്ഷെ അതിലൊരു ഇൻഡിപെൻഡൻസി ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഉച്ചയുള്ള ഇന്നത്തെ എൻ്റെ ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.